മലയാള ചലച്ചിത്ര ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് സംവിധായകൻ ശ്രീ ശശികുമാറിന് 2012 JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിക്കുന്നു. മലയാള സിനിമയുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ ഒപ്പം സഞ്ചരിക്കുകയും ചലച്ചിത്ര സംവിധാന കലയിൽ സ്വയം അടയാളപ്പെടുത്തിയ ചലച്ചിത്രങ്ങൾ മലയാളത്തിന് സംഭാവന നൽകുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം സരിത. ചിത്രം പാപ്പിലിയോ ബുദ്ധ. പാപ്പിലിയോ ബുദ്ധയുടെ പ്രമേയ തീവ്രത ആവിഷ്കരിക്കാൻ നടിയെന്ന നിലയിൽ സരിതയുടെ അർപ്പിതമായ ശ്രമത്തെ ജൂറി അഭിനന്ദിക്കുന്നു. പ്രത്യേക ജൂറി പരാമർശം. പിന്നണി ഗായകർ ജി ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി. ചിത്രം സെല്ലുലോയിഡ്. ഗാനം കാറ്റേ കാറ്റേ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂം കദളി വാഴ. ഒരു കാലഘട്ടത്തിലെ ഗായകർ സ്വീകരിക്കുന്ന ആലാപന രീതി സിനിമയുടെ ആവശ്യത്തിനനുസരിച്ച് തന്മയത്വത്തോടെ ശബ്ദം ക്രമീകരിച്ച് മനോഹരമാക്കിയതിന് കുട്ടികളുടെ മികച്ച ചിത്രം ബ്ലാക്ക് ഫോറസ്റ്റ്. സംവിധായകൻ ജോഷി മാത്യു. നിങ്ങളോടാരാ ഇതിലൊക്കെ തൊടാൻ പറഞ്ഞത്? ഇവിടെ അങ്ങനെ പലതും കാണും. അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ വീട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ചോ. മികച്ച നവാഗത സംവിധായകൻ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ. ചിത്രം കളിയച്ചൻ. വ്യത്യസ്ത ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു കഥകളി നടന്റെ ആത്മസംഘർഷങ്ങളെ ഒരു നവാഗതന്റെ പരിഭ്രമമില്ലാതെ സിനിമയെന്ന മാധ്യമത്തിന്മേൽ പൂർണ്ണ നിയന്ത്രണത്തോടെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞതിന് കലാമൂല്യവും ജനപ്രീതിയും നേടിയ മികച്ച ചിത്രം അയാളും ഞാനും തമ്മിൽ. സംവിധായകൻ ലാൽ ജോസ്. നിർമ്മാതാവ് പ്രേം പ്രകാശ്. ഉയർന്ന കലാമൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകർക്കും സംവദിക്കാനാവും വിധം സങ്കീർണമായ ഒരു പ്രമേയത്തെ ദൃശ്യാനുഭവമാക്കി മാറ്റിയതിന് തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് ആണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ അവാർഡ് സ്വീകരിക്കുന്നത്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഫീമെയിൽ വിമി മറിയം ജോർജ്. ചിത്രം നിദ്ര. അശ്വതി എന്ന കഥാപാത്രത്തിന് റീമ കല്ലിങ്കലിനു വേണ്ടി ഭാവതീവ്രമായി ശബ്ദം നൽകിയതിന് മികച്ച വസ്ത്രാലങ്കാരം SB സതീഷ്. ചിത്രങ്ങൾ ഒഴിമുറി, സെല്ലുലോയിഡ്. കാലഘട്ടത്തിനനുസൃതമായി വസ്ത്രങ്ങളുടെ രൂപകൽപ്പന നടത്തിയതിന്. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കട്ടോ. ഐ എം JC ഡാനിയൽ. ഇന്ന് കാലത്തെത്തണ തീവണ്ടി വരും. മികച്ച മേക്കപ്പ് മാൻ MG റോഷൻ. ചിത്രം മായാമോഹിനി. മികച്ച കളറിസ്റ്റ് ജയദേവ്. ചിത്രം അന്നയും റസൂലും. ഛായാഗ്രഹണ മികവിന് മാറ്റുകൂട്ടുന്ന വർണ്ണസങ്കലനത്തിന്. മികച്ച ശബ്ദലേഖകൻ MR രാജാകൃഷ്ണൻ. ചിത്രം മഞ്ചാടിക്കുരു. തത്സമയ ശബ്ദലേഖനത്തിന്റെ സത്തയെ നിലനിർത്തിക്കൊണ്ടുള്ള ശബ്ദമിശ്രണത്തിന്. മികച്ച കലാസംവിധായകൻ സുരേഷ് കൊല്ലം. ചിത്രം സെല്ലുലോയിഡ്. മികച്ച ചിത്രസംയോജകൻ B അജിത് കുമാർ. ചിത്രം അന്നയും റസൂലും. ചിത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് ദൃശ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിലൂടെ ദൃശ്യങ്ങളുടെ ഒഴുക്ക് സാധ്യമാക്കിയതിന്. മികച്ച പിന്നണി ഗായിക സിതാര. ഗാനം ഏനുണ്ടോടി അമ്പിളിച്ചന്തം. ചിത്രം സെല്ലുലോയിഡ്. നാടൻ ശീലിന് നൽകിയ സംഗീതത്തിന് നാടൻ പാട്ടിന്റെ ആലാപന ശൈലി സ്വാംശീകരിച്ച് ഭാവം പകർന്നാലപിച്ചതിന് മികച്ച പിന്നണി ഗായകൻ വിജയ് യേശുദാസ്. ഗാനങ്ങൾ അകലയോ നീ. ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ. മഴ കൊണ്ട് മാത്രം. ചിത്രം സ്പിരിറ്റ്. അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ, ഒരു വാക്കിനും അകലെ നീ എങ്കിലും അരികിൽ ഞാൻ. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ബിജി ബാൽ. ചിത്രങ്ങൾ കളിയച്ചൻ, ഒഴിമുറി. എടാ നീ എന്താ ഈ പറയണേ? അപ്പൊ ഇനി കളിക്കാനില്ല. വാരിത്തന്ന കൈകൊണ്ട് ഞെക്കിക്കൊന്നതിന്റെ സുഖം ഉണ്ടാവട്ടെ. മികച്ച സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ. ഗാനം കാറ്റേ കാറ്റേ. ചിത്രം സെല്ലുലോയിഡ്.
കാറ്റേ 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 നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നു ഞാലിപ്പൂങ്കദളി വാഴ. മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. ചിത്രം സ്പിരിറ്റ്. ഗാനം മഴ കൊണ്ട് മാത്രം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. മികച്ച തിരക്കഥാകൃത്ത് അഞ്ജലി മേനോൻ. ചിത്രം മഞ്ചാടിക്കുരു. മികച്ച ഛായാഗ്രാഹകൻ മധു നീലകണ്ഠൻ. ചിത്രം അന്നയും റസൂലും. അദ്ദേഹത്തിന് വേണ്ടി ശ്രീമതി ശ്രീജ നീലകണ്ഠനാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. മികച്ച കഥാകൃത്ത് മനോജ് കാന. ചിത്രം ചായില്യം. വടക്കൻ മലബാറിലെ തെയ്യം കലാകാരന്മാരുടെ ജീവിത പശ്ചാത്തലത്തിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ബലിയാടായി തീർന്ന നിസ്സഹായ സ്ത്രീത്വത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ തന്മയത്വമായ ആഖ്യാനത്തിന്. മികച്ച ബാലതാരങ്ങൾ മാസ്റ്റർ മിനോൺ. ചിത്രം 101 ചോദ്യങ്ങൾ. വൈജയന്തി. ചിത്രം മഞ്ചാടിക്കുരു. കുട്ടികളുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് വളരുകയും കഥാപാത്രങ്ങളെ സ്വാഭാവികമായി ഉൾക്കൊണ്ട് ആവിഷ്കരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തതിന്. മികച്ച ഹാസ്യനടൻ സലിം കുമാർ. ചിത്രം അയാളും ഞാനും തമ്മിൽ. നിങ്ങൾ എവിടേക്കാ പോണേ? അയ്യോ, ഞാൻ ഡോക്ടറെ കാണാൻ പോണതല്ലെന്ന്. പിന്നെ നിങ്ങൾ എങ്ങടാ പോണേ? നിന്റെ കുഞ്ഞാനറ വീട്ടിലേക്ക്. കോമാളിത്തത്തിന്റെ അതിഭാവുകത്വമില്ലാതെ സ്വാഭാവികതയാർന്ന മികവുറ്റ പ്രകടനത്തിന്. സാറിന് ഒരു പരീക്ഷക്ക് പാസ്സാക്കിയതാരാ? മികച്ച രണ്ടാമത്തെ നടി സജിത മഠത്തിൽ. ചിത്രം ഷട്ടർ. ഒരു തെരുവ് വേശ്യയുടെ ശരീരഭാഷയെ അനായാസേന അവതരിപ്പിച്ചതിനും ശബ്ദ നിയന്ത്രണത്തിൽ പുലർത്തിയ മികവിന്. മികച്ച രണ്ടാമത്തെ നടൻ മനോജ് കെ ജയൻ. ചിത്രം കളിയച്ചൻ. വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥകളി നടന്റെ ആത്മസംഘർഷങ്ങളെ കൈയടക്കത്തോടെ അവതരിപ്പിച്ച അഭിനയ മികവിന്. മികച്ച നടി റീമ കല്ലിങ്കൽ. ചിത്രങ്ങൾ നിദ്ര, 22 ഫീമെയിൽ കോട്ടയം. അതെ രാജു, ജീവിക്കണം. ലൈഫിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും അത് ഫേസ് ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം രാജു. അങ്ങനെ ഫേസ് ചെയ്ത് ജീവിക്കുമ്പോഴും ഇവരെല്ലാരും എന്നെ ഫ്രെയിം ചെയ്യല്ലേ? ഡോണ്ട് യു നോ ദേ ആർ ഓൾ വിക്ടിമൈസിംഗ് മീ അശ്വതി. മികച്ച നടൻ പൃഥ്വിരാജ്. ചിത്രങ്ങൾ സെല്ലുലോയിഡ്, അയാളും ഞാനും തമ്മിൽ. ജെസി ഡാനിയലിന്റെ യൗവന വാർദ്ധക്യകാലങ്ങളെ കാലഘട്ടത്തിന് അനുയോജ്യമായ ശരീരഭാഷയോടെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചതിനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ പരിഷ്കാരിയായ ഒരു യുവ ഡോക്ടറുടെ മാനസിക സംഘർഷങ്ങളെ അനായാസേന കൈകാര്യം ചെയ്തതിനും. മികച്ച സംവിധായകൻ ലാൽ ജോസ്. ചിത്രം അയാളും ഞാനും തമ്മിൽ. സങ്കീർണവും വൈകാരികവുമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥാസന്ദർഭങ്ങളെ ആവിഷ്കരിക്കുന്നതിൽ കാട്ടിയ സംവിധായക മികവിന്. മികച്ച രണ്ടാമത്തെ കഥാചിത്രം ഒഴിമുറി. സംവിധായകൻ മധുപാൽ. നിർമ്മാതാവ് PN വേണുഗോപാൽ. പുരുഷ മേൽക്കോയ്മയിലേക്കുള്ള പരിവർത്തന ഘട്ടത്തിലെ സങ്കീർണതകളിൽ പെട്ടുപോയ തെക്കൻ തിരുവിതാംകൂറിലെ ജീവിതങ്ങളെ തന്മയത്വത്തോടെ ആവിഷ്കരിച്ചതിന്. മികച്ച കഥാചിത്രം സെല്ലുലോയിഡ്. സംവിധായകൻ കമൽ. നിർമ്മാതാക്കൾ കമൽ, ഉബൈദ്. മലയാള സിനിമയുടെ പിതാവായ ജെസി ഡാനിയലിന്റെ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത ഏടുകളെ സത്യസന്ധമായും കലാപരമായും ആവിഷ്കരിച്ചതിന്.